നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. കൂലിവേലയ്ക്കായി വിളിച്ചുകൊണ്ടുപോയി തൊഴിലാളിയുടെ സ്വർണ്ണമോതിരവും പണവും കവർന്ന കേസിൽ പ്രതി പോലീസ് പിടിയിലായി. കോഴിക്കോട് പെരുമണ്ണ പൂവാട്ടുപറമ്പ് സ്വദേശി പ്രശാന്താണ് പിടിയിലായത്. വർഷങ്ങളായി ചാവക്കാട് താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിയായ 62 വയസ്സുള്ള M. കുപ്പുസ്വാമിയാണ് തട്ടിപ്പിനിരയായത്. ഇദ്ദേഹത്തിന്റെ 4 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണമോതിരവും 5000 രൂപയുമാണ് പ്രതി കവർന്നത്. 3 പതിറ്റാണ്ടിലധികമായി ചാവക്കാട് സെന്റർ കേന്ദ്രീകരിച്ച് തൊഴിലെടുക്കുന്ന കുപ്പുസ്വാമിയെ പണിയുണ്ടെന്ന് പറഞ്ഞാണ് പ്രതി വിളിച്ചുകൊണ്ടുപോയത്. ചേറ്റുവ റോഡിൽ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന് സമീപം ചാൽ കീറുന്ന ജോലിയാണ് ഇയാളെ ഏൽപ്പിച്ചിരുന്നത്. പണി തുടങ്ങുന്നതിന് മുമ്പ് കുപ്പുസ്വാമി തന്റെ സ്വർണ്ണമോതിരം ഊരി പണമടങ്ങുന്ന പേഴ്സിൽ വെച്ച് അത് മുണ്ടിൽ പൊതിഞ്ഞ് സമീപത്ത് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ജോലിക്കിടെ കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുപ്പുസ്വാമിയെ മാറ്റി നിർത്തിയ ശേഷം തന്ത്രപൂർവ്വം പേഴ്സും മുണ്ടും എടുത്ത് പ്രതി കടന്നുകളയുകയായിരുന്നു. കുപ്പുസ്വാമിയുടെ പരാതിയിൽ ചാവക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംഭവസ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് പ്രതിയുടെ ചിത്രം ലഭിച്ചത്. തുടർന്ന് ഈ വിവരങ്ങൾ പോലീസ് വിവിധ സ്റ്റേഷനുകളിലേക്ക് കൈമാറിയതോടെയാണ് പ്രതി കോഴിക്കോട് സ്വദേശിയാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇതിനിടെ സ്ഥിരം തട്ടിപ്പുകാരനായ ഇയാളെ എറണാകുളം റെയിൽവേ പോലീസ് പിടികൂടുകയായിരുന്നു. ഗുരുവായൂരിൽ ജ്യൂസ് കടയിൽ മോഷണം. തൈക്കാട് അവിൽപ്രോയിലാണ് മോഷണം നടന്നത്. രാവിലെ 10ഓടെ ജോലിക്കാർ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മുൻവശത്തെ ചില്ലുവാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്തുകയറിയത്. മേശയിൽ സൂക്ഷിച്ചിരുന്ന 14,670 രൂപയും ഒരു മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടു. മോഷ്ടാക്കളുടെ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. മുഖം മറച്ചതിനാൽ ആളെ തിരിച്ചറിയാനായിട്ടില്ല. ഒരാൾ അകത്ത് കയറുന്നതും ഒരാൾ പുറത്ത് കാവൽ നിൽക്കുന്നതുമാണ് ദൃശ്യത്തിലുള്ളത്. കുന്നംകുളത്ത് ബേക്കറിയിൽ മോഷണം. പൂട്ട് തകർത്ത് 1500 രൂപയും വാട്ടർ ബോട്ടിലുകളും കവർന്നു. പുതിയ ബസ് സ്റ്റാൻഡിന് മുൻവശത്തുള്ള ഫാമിലി ബേക്കറിയിലാണ് കവർച്ച നടന്നത്. കണ്ടാണശ്ശേരി സ്വദേശി വെട്ടത്ത് കുണ്ടിലിങ്ങൽ വീട്ടിൽ രഘുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ഇന്ന് പുലർച്ചെ 1:30യോടെയാണ് മോഷണം നടന്നത്. സ്ഥാപനത്തിന്റെ മുൻവശത്തെ മടക്കാവുന്ന ഇരുമ്പിന്റെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്തു കയറിയത്. സ്ഥാപനത്തിലെ CCTV ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. BJP വേലൂർ പഞ്ചായത്ത് കുറുമാൽ 200-ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് ഭീഷണിയായി നിൽക്കുന്ന മുളംകൂട് വെട്ടിമാറ്റണമെന്ന ആവശ്യവുമായി പ്രതിഷേധിച്ചു. സ്കൂൾ കുട്ടികളും വാഹനയാത്രക്കാരും പോകുന്ന വഴിയിൽ വളരെ അപകടാവസ്ഥയിലാണ് മുളംകൂട് നിൽക്കുന്നത്. പ്രതിഷേധ യോഗം എരുമപ്പെട്ടി മണ്ഡലം ട്രഷറർ AP സുജീഷ് ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് സന്തോഷ് പെരുവഴിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. വാർഡ് സെക്രട്ടറി പ്രമീഷ് കുന്നത്ത്, വാർഡ് കൺവീനർ വിപിൻ കുന്നത്ത് എന്നിവർ സംസാരിച്ചു. വെള്ളാർക്കാട് തേജസ് എഞ്ചിനീയറിംഗ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തെ നവാഗത വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്ന ചടങ്ങ് തേജ് ആരംഭ് 2026 എന്ന പേരിൽ സംഘടിപ്പിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. മാനേജർ PI തോമസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥി കിരൺ മുരളിയെ ആദരിച്ചു. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM നൌഷാദ്, PTA വൈസ് പ്രസിഡന്റ് ബെർജിലാൽ, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ സാജൻ ജോസ്, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിൻസ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി കുന്നംകുളം മേഖല 17ാമത് സമ്മേളനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭാ ലൈബ്രറി ഹാളിൽ സജ്ജമാക്കുന്ന ഗംഗാധരൻ നായർ നഗറിൽ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് നടക്കുന്ന സമ്മേളനം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. മേഖലാ പ്രസിഡന്റ് T. സോമശേഖരൻ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് രാജേഷ് പല്ലാട്ട് മുഖ്യപ്രഭാഷണം നടത്തും. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ്, ഫെസ്റ്റിവൽ കോർഡിനേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര, ജില്ലാ പ്രസിഡന്റ് AA കുമാരൻ, ആനത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി PM സുരേഷ് എന്നിവർ സംബന്ധിക്കും. വിവിധ ആരാധനാലയ ഉത്സവ ആഘോഷ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച്
250-ലേറെ പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. മേഖലയിലെ ഉത്സവങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന നിയമങ്ങളിൽ കാലോചിതമായ മാറ്റം വരുത്തുക, ഉത്സവങ്ങളുടെ എഴുന്നള്ളിപ്പുകൾക്കാവശ്യമായ ആനകളെ ലഭ്യമാക്കാനും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ വാങ്ങുന്നതിനുമുള്ള നിയമ തടസ്സം പരിഹരിക്കുക, ഉത്സവ പറമ്പുകളിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനുള്ള സമയക്രമം പുനഃക്രമീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഭാരവാഹികളായ ടി സോമശേഖരൻ, AR സുനീഷ്, C പ്രവീൺകുമാർ, AJ ശങ്കരനാരായണൻ, AA ഉദയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ പേരകം സെന്റ് മേരീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ വിൽസൺ കണ്ണനായ്ക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 15-നാണ് തിരുനാൾ. തിരുനാൾ ദിനം വരെ ദിവസവും രാവിലെ വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവയുണ്ടാകും. കൈക്കാരന്മാരായ CR സണ്ണി, CO സെബാസ്റ്റ്യൻ, ND വിനോയ്, ജനറൽ കൺവീനർ CP വർഗീസ്, ജോയിന്റ് കൺവീനർ TV ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. ചൂണ്ടൽ ഡീപോൾ സ്കൂളിൽ ഫിഫ ഫുട്ബോൾ ലോകകപ്പ് പ്രവചന മത്സര വിജയികളെ സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്നും 252 വിദ്യാർത്ഥികൾ പ്രവചന മത്സരത്തിൽ പങ്കെടുത്തു. ശരിയുത്തരം പ്രവചിച്ച വിജയികളിൽ നിന്നും ഹൈസ്കൂൾ വിഭാഗത്തിൽ എയ്ബൽ കുര്യാക്കോസ്, UP വിഭാഗത്തിൽ നിന്ന് അലൈന ഡാനിയൽ, LP വിഭാഗത്തിൽ നിന്ന് PS ഹയ ഫാത്തിമ എന്നിവരെ പ്രിൻസിപ്പൽ ഫാദർ ഹെബിക് എടപ്പള്ളി, മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ നെഡിയാനി, വനിതാരത്നം അവാർഡ് ജേതാവ് ടീന എഡ്വിൻ എന്നിവർ നറുക്കെടുപ്പിലൂടെ മെഗാ വിജയികളായി തിരഞ്ഞെടുത്തു. ശരിയുത്തരം നൽകിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. ഗാന്ധി ദർശൻ സമിതിയും ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റും നേതൃത്വം നൽകിയ മത്സരങ്ങൾക്ക് കോർഡിനേറ്റർ PV ജോജു, CV ഉണ്ണി, കായികാധ്യാപകൻ KG ഗിരീഷ്, ശ്രീജ പുതുമനക്കൽ, ഫിലോമിന ചാർലി എന്നിവർ നേതൃത്വം നൽകി. ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞ RSS നേതാവ് TJ മോഹൻദാസിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് CPM ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. പൊതുയോഗം ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി M പീതാംബരൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം MB പ്രവീൺ, AV വല്ലഭൻ, CD വാസുദേവൻ, TP റാഫേൽ, ജിഷ സുനിൽകുമാർ, അജയൻ ചോട്ടിലപ്പാറ എന്നിവർ സംസാരിച്ചു. വെൽഫെയർ പാർട്ടി വടക്കാഞ്ചേരി പരുത്തിപ്ര യൂണിറ്റ് സമ്മേളനം പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ഷാജഹാൻ എളനാട് ഉദ്ഘാടനം ചെയ്തു. 2026-29 കാലയളവിലേക്കുള്ള യൂണിറ്റ് ഭാരവാഹികളായി പ്രസിഡന്റ് CM മുഹമ്മദ് അഷ്റഫ്, സെക്രട്ടറി KK അബൂബക്കർ, ട്രഷറർ VK ഹബീബ എന്നിവരെ തിരഞ്ഞെടുത്തു. രാജ്യതലസ്ഥാനത്ത് ജന്തർ മന്ദിറിൽ സമരം നടത്തിയ വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്ന RSS നേതാവ് TG മോഹൻദാസിന്റെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് CPIM കണ്ടാണശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. അരിയന്നൂർ സെന്ററിൽ നടന്ന പൊതുയോഗം CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം PA മുസ്തഫ അധ്യക്ഷനായി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ, ലോക്കൽ സെക്രട്ടറി MV സന്തോഷ്, ഏരിയ കമ്മിറ്റി അംഗം TA ഫൈസൽ, കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ VK ദാസൻ, KG പ്രമോദ്, NS ധനൻ, വിനു ജോൺസൺ, UM ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. RSS നേതാവ് TG മോഹൻദാസിന്റെ പ്രഖ്യാപനത്തിലും അയോധ്യ ക്ഷേത്രക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ RSSന്റെ പങ്കിലും പ്രതിഷേധിച്ച് CPIM തൈക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ചൊവ്വലൂർപ്പടി സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചൊവ്വലൂർപ്പടി തിരിവിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി CJ ബേബി അധ്യക്ഷനായി. TE ജെയിംസ്, PA ശ്രീധരൻ, KS പുഷ്പാകരൻ, KS തൃപ്തി, MV പ്രസാദ്, MP കബീർ എന്നിവർ സംസാരിച്ചു. പെരുമ്പിലാവ് IPC ഗ്ലോറിയസ് മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ ഒരാഴ്ച നീളുന്ന ഉപവാസ പ്രാർത്ഥന ഗ്ലോറിയസ് റിവൈവ് 2026 ഓഗസ്റ്റ് 10 തിങ്കളാഴ്ച തുടക്കമാകും. ഓഗസ്റ്റ് 16 ഞായറാഴ്ച വരെ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ ഗുഡ് ഷെപ്പേർഡിന് എതിർവശത്തുള്ള തെക്കേക്കര ഹാളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് യോഗങ്ങൾ. റവറന്റ് MA വർഗീസ് ബാംഗ്ലൂർ, പാസ്റ്റർമാരായ അരവിന്ദ് മോഹൻ തിരുവനന്തപുരം,
സിജോ UK, രാജേഷ് ഏലപ്പാറ, രാഹുൽ എരുമേലി, സജി മത്തായി, CC ബാബു എന്നിവർ പ്രസംഗിക്കും. പാസ്റ്റർ അനിൽ അടൂർ, ഗായകരായ നിതിൻ, അനീഷ് ബേബി, ഗോഡ്വിൻ എന്നിവർ സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. മുൻകൂട്ടി അറിയിക്കുന്നവർക്ക് താമസ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണെന്ന് സംഘാടകർ അറിയിച്ചു. കോട്ടപ്പടിയിൽ 10 വർഷക്കാലമായി സജീവമായി പ്രവർത്തിച്ചു വരുന്ന മാക്സോൾസ് ക്ലബ്ബ് RCUP സ്കൂളിലേക്ക് കായികോപകരണങ്ങൾ നൽകി. ക്ലബിന്റെ 10ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ബാഡ്മിന്റൺ റാക്കറ്റുകൾ ഉൾപ്പെടെയുള്ള കളിക്കോപ്പുകൾ സമ്മാനിച്ചത്. ക്ലബ് അംഗങ്ങളിൽ നിന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജോ ഡേവിസ് ഏറ്റുവാങ്ങി. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദിത്യ ബിർള ക്യാപിറ്റലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച തൊഴിൽ മേളയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി KS സുജ, ആദിത്യ ബിർള ക്യാപിറ്റൽ ഉദ്യോഗസ്ഥരായ AA റഹീല, PM ഷാനിഹ, NM ഹഫിദ, VV വിനീത തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിൽ മേളയ്ക്കെത്തിയ 100ഓളം യുവതീ യുവാക്കളിൽ നിന്ന് 24ഓളം പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി ജോലി നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,360 രൂപ, സ്വർണം പവന് 1,06,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 235 രൂപ. ചരമം: മന്നലാംകുന്ന് കിണറിന് പടിഞ്ഞാറ് ഭാഗം പരേതനായ കൊട്ടിലിങ്ങൽ കുഞ്ഞിമോൻ ഭാര്യ സൈനബ നിര്യാതയായി. 79 വയസ്സായിരുന്നു. ഖബറടക്കം മന്നലാംകുന്ന് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. മുഹമ്മദ്, BV, ലൈല, ഇസ്മയിൽ, ആത്തിക, താഹിറ, റിയാസ്, അമീർ എന്നിവർ മക്കളാണ്. ചാലിശ്ശേരി അറക്കൽ ചുങ്കത്ത് പരേതനായ ജോസ് ഭാര്യ മേരി KK നിര്യാതയായി. 80 വയസ്സായിരുന്നു. റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടറാണ് പരേത. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്നു. സിജി, സിമി എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.